ആൾക്കോളിക്സ് അനൗൺസിലെ ഒരു അംഗമാണ്. ദൈവാനുഗ്രഹത്താലും ആൾക്കോളിക്സ് അനൗൺസിന്റെ സഹായത്താലും എൻ്റെ സ്പോൺസറിന്റെ ഗൈഡൻസിനാലും നിർദ്ദിഷ്ടമായ പടികൾ കൂടെ പോയി ഇന്നത്തെ ദിവസം മദ്യവെച്ചിട്ടില്ല. ആദ്യം ഒരു കാര്യം പറയാൻ, ഇത് ഇങ്ങനെ ഒരു വിഷ്വൽ രീതിയിൽ ചെയ്യാനായിട്ട് 100% സപ്പോർട്ട് തരേണ്ട. ഇത് എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംരംഭമാണ്. മാത്രമല്ല ടെക്നിക്കലായിട്ട് എനിക്ക് വലിയ പിടുത്തവും ഇല്ല. ഒരുപാട് ബാക്ക് ആൻഡ് സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്ന് കിട്ടി. അതുമായിട്ട് പോകാനായിട്ടും എനിക്കൊരു മോട്ടിവേഷനും തന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ ഇരിക്കുന്ന സ്ഥലത്തൊന്നും മാറിയിരുന്നു. അതാണ് കുറച്ചൊരു ഡിലേ നേരത്തെ വന്നത്. മീറ്റിംഗ് തുടങ്ങാൻ താമസമൊന്നും വന്നില്ലെങ്കിൽ തന്നെ ഇത് പിന്നെ എൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പല ഭാഗത്തു നിന്നും പലയിടത്തു നിന്നും ഒക്കെ എടുത്തിട്ടുള്ള പിന്നെ പിക്ചേഴ്സും ഡീറ്റെയിൽസും എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ചില ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടിയതും ഒക്കെ മാറ്റി എടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ എൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. എന്നാൽ ചെറുതായിട്ട് ടെക്നിക്കലായിട്ട് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് 100% ഓഥന്റിക് ആണ്, ഡോക്യുമെന്റഡുമാണ്. അത് ഞാൻ 100% ഉറപ്പ് തരാം. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രസന്റേഷൻ്റെ പലർക്കും പല ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ഈ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം, ഇന്നൊരു ദിവസം കൊണ്ട് തീരുമോ എന്ന് എനിക്കറിയില്ല, പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതിനകത്ത് ചാറ്റ് ബോക്സിനകത്തോ ഏതെങ്കിലും രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് സമയമുണ്ടെങ്കിൽ അതിന് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറുപടി പറയാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ അടുത്ത ഇതിൽ. കാരണം നമ്മളിത് ഈ പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഇടയ്ക്ക് വെച്ചൊരു ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ചിട്ട് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് നോക്കാം. അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരുടെ ഒക്കെ ചോദിച്ചിട്ട് അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പറയാനും ശ്രമിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, ഇത് കൂടുതലും എടുത്തിരിക്കുന്നത് നമുക്കറിയാം. എ കംസ് ഓഫ് ഏജ്, പിന്നെ ഡിക് ബി എന്ന് പറഞ്ഞ ഒരാളുടെ ആക്രോൺ ജെനിസിസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഈ ചരിത്രം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ പുസ്തകങ്ങൾ വളരെ ഹെൽപ്ഫുള്ളാണ്. ബിൽ ഡബ്ല്യുവിൻ്റെ 2-3 ബയോഗ്രഫി എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ബയോഗ്രഫി ഉണ്ട്, നമ്മുടെ ഫാസിറ്റോൺ അല്ലാതെ തന്നെ. അതുപോലെ തന്നെ പിന്നെ ബോബ് സ്മിത്തിൻ്റെയും സ്യൂ സ്മിത്തിൻ്റെയും ചിൽഡ്രൻ ഓഫ് ദ ഹീലർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ എബിയെ കുറിച്ചുള്ള ബുക്ക്. ഇങ്ങനെ നീൽ വിങ്ങിൻ്റെ ഗ്രേറ്റ്ഫുൾ ടു ബി ദെയർ എന്നുള്ള 40 years എന്നുള്ള ഒരു ബുക്ക്. ലാംഗ്വേജ് ഓഫ് ദി ഹാർട്ട്, ലൂയിസ് റിമെമ്പേഴ്സ്, മൈ സെർച്ച് ഓഫ് ബിൽ ഡബ്ല്യു, ലൂയിസ് വിൽസൺ സ്റ്റോറി, പിന്നെ കുറച്ച് നോൺ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററി, പിന്നെ നോട്ട് ഗോഡ് ഏണസ്റ്റ് കട്ട്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ദ ബിഗ് ബുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല, അതിനകത്തു നിന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിൽ തന്നെയും സിസ്റ്റർ ഇഗ്നേഷ്യ, ഇങ്ങനെ സിൽക്ക് വർത്തിനെ കുറിച്ചുള്ള ഇത്. പിന്നെ കുറച്ച് വെബ്സൈറ്റുകളും, ഇപ്പം silkworth.net, പിന്നെ A1 അസോസിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഹിൻസോഫ്റ്റ്, ബെയർഫുട്ട് ബെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ആൾക്കോളിക്സ് അനോണിമസുമായിട്ട് ചേർന്ന് പോകുന്ന വളരെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ. അതുകൂടാതെ പിന്നെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ചാറ്റ് ഗ്രൂപ്പുണ്ട്. അവിടെ നിന്നുമൊക്കെയാണ് ഈ ഒരു ഇതിനുള്ള പിന്നെ മെയിൻ ചരിത്ര രേഖകൾ ശരിയായി കൊണ്ടുവന്നത്. അപ്പോഴത്തെ ഇത്രയാണ് എനിക്ക് ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത്. ഇതിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പക്ഷേ എനിക്ക് അറിയില്ല, ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഇനിയും ആൾക്കാർ ഈ രീതിയിലേക്ക് കൂടുതൽ വരാനും ഒക്കെ സാധ്യത ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ
കുറച്ച് സമയവും കുറച്ച് എഫേർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതിനത്ര വലിയ ഒരു എഫേർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ചരിത്രബോധം കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവുന്നു എൻ്റെ ആൾക്കോളിക്സ് അനോണിമസ്. ഒരു പക്ഷേ നമ്മളൊക്കെ പറയുന്നതിനോട്ട് ബിൽ സ്റ്റോറി കുറിച്ച് പറഞ്ഞു കേട്ടുള്ള ബിൽ സ്റ്റോറി തന്നെ വായിക്കുമ്പോൾ ആ സ്റ്റോറി തന്നെ നമ്മളെ 12 സ്റ്റെപ്പ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആൾക്കോളിക്സ് അനോണിമസിലേക്ക് വന്നത് എന്നെ ഒരാൾ നേരിട്ട് വന്നോ അല്ല ഒന്നോ രണ്ടോ ആൾ നേരിട്ട് വന്ന് പരിചയപ്പെടുത്തുകയല്ലായിരുന്നു. ഞാൻ കിടന്ന ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ബിഗ് ബുക്ക് വായിക്കാൻ അവസരം കിട്ടി. അങ്ങനെയാണ് ഞാൻ കണക്റ്റഡ് ആയത്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ പുസ്തകത്തിനോടുള്ളൊരു താല്പര്യം വന്നത്. ഇത് നമ്മളുടെ ഈ കീ പ്ലേയേഴ്സ് നേരത്തെ സലീം പറഞ്ഞതിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചരിത്രത്തില്. തുടക്കത്തില് നമ്മുടെ കോ ഫൗണ്ടേഴ്സ് അല്ലാതെ തന്നെയുള്ള അതിന് സഹായിച്ചിട്ടുള്ള അല്ലെ പലപ്പോഴും നമ്മൾ അവരെ പോലും കോ ഫൗണ്ടർ എന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങൾ അല്ലെ മണിക്കൂറുകൾ വേണ്ടി. ഇത് വളരെ സംക്ഷിപ്തമായിട്ടുള്ള എന്നാൽ അത്ര ഇതല്ലാത്ത രീതിയിലാണ് ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ളതാണ് ഞാനും പിന്നീട് അതിൽ കൂടെ ഒന്ന് കടന്നു പോയപ്പോഴും എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൽ ആദ്യത്തെ ഒരു ഭാഗം വെച്ചിരിക്കുന്നത് നമ്മുടെ 2 കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന ബിൽ ഡബ്ല്യുവിൻ്റെയും ഡോക്ടർ ബോബിൻ്റെയും അവരുടെ 2 പേരുടെയും ഭാര്യമാരുടെ ഒരു ബ്രീഫ് ലൈഫ് സ്കെച്ചാണ്. അവരുടെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വർണ്ണമാണ്. ഒരു 10-50 സ്ലൈഡിനകത്ത് അത് തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഈ പിക്ചേഴ്സിൻ്റെയൊക്കെ താഴെ ഇംഗ്ലീഷിലാണ് വിവരണം. വെച്ചാൽ അതെനിക്ക് മലയാളീകരിച്ച് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു പേപ്പറിൽ അതിൻ്റെ ഒരു മലയാളവും കാരണം ഇത് വായിച്ചു നോക്കാനുള്ള സമയം, എല്ലാവർക്കും വായിച്ചു നോക്കാനുള്ള സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് മലയാളത്തിൽ എൻ്റെതായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ സ്ലൈഡ്. ഇതിന്റെ പേര് ഡൗൺ മെമ്മറി ലൈൻ ആൾക്കോളിക്സ് അനോണിമസ് പിക്ചോറിയൽ പ്രസന്റേഷൻ. ഞാനിത് കളക്ട് ചെയ്യുന്നുള്ള ബൈചന്ദ്ര എം ഇട്ടിട്ടേ ഉള്ളൂ. ഞാനിത് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ടെക്നിക്കൽ ഇതെന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും അതിലേക്കൊന്ന് കടക്കുകയാണ്. നോക്കട്ടെ, ആദ്യത്തെ പിക്ചർ ടൈം ലൈൻ ഹിസ്റ്ററി ഓഫ് ആൾക്കോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു വളരെ നല്ല ഇതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ മുഴുവൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു 4 പുസ്തകങ്ങളുടെ പടം കാണിച്ചിട്ടുണ്ട്. ആൾക്കോളിക്സ് അനോണിമസ് കംസ് ഓഫ് ഏജ്, ഡോക്ടർ ബോബ് ആൻഡ് ഗുഡ് ടൈമേഴ്സ്, പാസ് ഇറ്റ് ഓൺ, ലാംഗ്വേജ് ഓഫ് ദി ഹാർട്ട്. ഇതെല്ലാം നമ്മുടെ കോൺഫറൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറാണ്. നമ്മളെ സംബന്ധിച്ച് ആൾക്കോളിക്സ് അനോണിമസിലെ അംഗങ്ങളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ആൾക്കോളിക്സ് അനോണിമസിന്റെ ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്കെല്ലാം ഒരു ജീവിതം തന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ കഥ ഇതിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകും ഇതെല്ലാം എൻ്റെ തന്നെ ചരിത്രമല്ലേ എന്ന്, അല്ലെ എൻ്റെ തന്നെ കഥയല്ലേ എന്നുള്ളത്. പല സ്ഥലങ്ങളിലായിരിക്കാം, പല ഭാഷ സംസാരിക്കുന്നവരായിരിക്കാം, പക്ഷെ മിക്കവാറും എല്ലാം എൻ്റെ കഥയല്ലേ എന്ന് തോന്നിപ്പോകും. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ നമ്മൾ എങ്ങനെയായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയാണ്, ഈ രീതിയിൽ തന്നെയാണ് കഥകൾ പോകുന്നത്. പല ചരിത്രങ്ങളും വാമൊഴിയായിട്ട് വേർഡ് ഓഫ് മൗത്തിലാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇത് നല്ലതുമാണ് പലപ്പോഴും, പക്ഷേ ചില സമയങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങനെ മനസ്സിലാക്കും ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? ചിലതൊക്കെ മിത്ത് അല്ലെങ്കിൽ കെട്ടുകഥയാണോ എന്ന് തോന്നും. വിഷമത്തോടെ പറയട്ടെ, ഞാനൊരു ആൾക്കോളിക്സ് അനോണിമസിന്റെ സ്പോക്സ് പേഴ്സൺ ഒന്നും അല്ല. ആൾക്കോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിലും ഒരുപാട് കെട്ടുകഥകളുണ്ട്.
വാമൊഴിയായിട്ട് കേട്ട കഥകൾ അവ നമ്മൾ പലപ്പോഴും അംഗീകരിച്ചു വരികയും ചെയ്തു. യാഥാർത്ഥ്യത്തിൽ അവ ഇൻകറക്റ്റ് അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ കൂടി അപ്പം വളരെയധികം ചരിത്ര രേഖകൾ ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ആ പറഞ്ഞ ശരിയാണോ, ഇത് ശരിയാണോ എന്നൊക്കെയുള്ള ഇതാണ് ഇതിന്റെ ഈ ഒരു സ്ലൈഡിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇത് നമ്മുടെ കോമ്പൗണ്ടേഴ്സിന്റെ ബിൽ ഡബ്ല്യുവും അദ്ദേഹത്തിന്റെ ഭാര്യ ലൂയി, ഡോക്ടർ ബോബും ഭാര്യ ആനും. നമുക്ക് ഇവരുടെ ഒരു ചെറിയ ഒരു വിവരണം അവരുടെ രണ്ടുപേരുടെയും അവരുടെ ഭാര്യമാരുടെയും ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇവരെ നാലുപേരെയും വേണമെങ്കിലും നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കോഫൗണ്ടറായിട്ട് കണ്ടെത്താം എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്, സലീമ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്നുവെച്ചാൽ ഇങ്ങോട്ട് കേൾക്കാം ചന്ദ്രജി. ഓക്കെ താങ്ക് യു. ഈ നാലുപേരെയും ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരൊഴിച്ച് ഇവരുടെ രണ്ടുപേർ ഭാര്യമാരെയും നമ്മളുടെ പിന്നെ ഫൗണ്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലും ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും പിക്ചർ പിന്നീട് കാണുകയോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ സ്ലൈഡിലേക്ക് വരാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോ സ്ലൈഡിനും, അത് ആ പ്രശ്നം ഉണ്ടാവുന്നതല്ല. അടുത്ത സ്ലൈഡിലേക്ക് വിൽസൺ ഫാമിലി നമുക്കറിയാം. ബിൽ ഡബ്ല്യുവിന്റെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ലൂയിസിനെ കുറിച്ച് സംസാരിക്കാം. ഇത് വളരെ ക്ലാസിക് ആയിട്ടുള്ള വില്യം ഗ്രിഫിത്ത് വിൽസൺ, ബിൽ ഡബ്ല്യു എന്ന് നമ്മൾ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു വളരെ ക്ലാസിക് പിക്ചറാണ്. ഈവൻ ഈ പിക്ചറാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പല ഇതിലും നമുക്ക് വിൽപ്പനയ്ക്ക് പോലും വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പിക്ചർ. പിന്നീട് അടുത്തത് അദ്ദേഹം ജനിച്ചതാണ്. വിൽസൺ ഹൗസ് എന്ന് നമ്മൾ പറയുന്ന സ്ഥലമാണ് ഇടതുവശത്ത് കാണുന്നത്. ഫോർമർലി ബാരോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ബിൽ വിൽസന്റെ അച്ഛൻ വഴിയുള്ള ഗ്രാൻഡ് മദറിന്റെ പേര് ഹെലൻ ബാരോസ് ആയിരുന്നു. ബിൽ ഡബ്ല്യു ജനിച്ചത്, ഈ കെട്ടിടം ഒരു ഹോട്ടലായിരുന്നു നേരത്തെ. ഒരു വില്ലേജ് കൺട്രി ഹോട്ടലായിരുന്നു. ബാറും ഒക്കെ ഉള്ള അതിന്റെ പുറകിലത്തെ ഒരു മുറിയിലാണ് ബില്ല് ജനിച്ചത്. 1895 നവംബർ 26. വലതുവശത്ത് കാണുന്ന പിക്ചർ ബില്ലിന്റെ അമ്മുമ്മയാണ്, ഹെലൻ എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും കൂടെ ഉള്ള ആണ്. അപ്പൊ ഈ കെട്ടിടം ഒരു ഹോട്ടലായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മുമ്മയുടെ വക. ബില്ലിന് വിൽസൺ എന്ന് വന്നതിന് കാരണം അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ പേര് വഴിയാ. വില്യം സി വിൽസൺ എന്നായിരുന്നു അദ്ദേഹം. അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ളതായിരുന്നു. ബില്ലിന്റെ ഇതിലൊരു രസം, ഈ ബില്ലിന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ ആള് ബില്ലിന്റെ സിസ്റ്റർ ഡൊറോത്തി ഒരിക്കൽ ബില്ലിന്റെ അടുക്കെ പറഞ്ഞത്, പുള്ളി ഭയങ്കര മദ്യാസക്തനായിരുന്നു ഈ അപ്പൂപ്പൻ. പക്ഷേ പുള്ളി അതിനടുക്കല് ഒരു മൗണ്ട് പേരൊക്കെ പറയുന്നുണ്ട്, ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ പോയപ്പോൾ പുള്ളിക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടുകയും അദ്ദേഹം അതിനുശേഷം സോബറൈറ്റിയിൽ നിലനിൽക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെയൊക്കെ പ്രോഗ്രാം വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറഞ്ഞത്. പുള്ളി ബില്ലിന്റെ സിസ്റ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു വരുന്നുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് രണ്ട് പിക്ചറിനേ ഉള്ളൂ. ബിൽ ഡബ്ല്യു 4-ാമത്തെ വയസ്സിലും 10-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന്റെ ഈ രണ്ടാമത്തെയൊക്കെ വളരെ ക്ലാസിക്, നമ്മൾ യൂണിഫോമോ ഒക്കെ ഇട്ട് സ്കൂളിൽ പോകുന്ന ടൈപ്പിലുള്ള ഒരു പിക്ചറാണ്. അടുത്തത് ബില്ലിന്
നേരത്തെ പറഞ്ഞു ബില്ലിൻ ഒരു സഹോദരിയുടെ പേര് പറഞ്ഞു. ബില്ലിൻ 2 സഹോദരിമാരാണ് ഉള്ളത്. ഇളയ സഹോദരി ഡൊറോത്തി. അവരുടെ ഹസ്ബൻഡ് നമ്മുടെ പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡോക്ടർ ലെനേർഡ് വി സ്ട്രോങ്. അദ്ദേഹത്തിന് നമ്മുടെ ചരിത്രത്തിൽ ഒരു വലിയൊരു റോളുണ്ട്. ബില്ലിന്റെ സുഖത്തിന് വേണ്ടി ഒരുപാട് അദ്ദേഹം പ്രയത്നിച്ചു. ജോൺ ഡി റോക്ക്ഫെല്ലറിൽ നിന്ന് സഹായം കിട്ടുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ പുറകിലും ഒരു രീതിയിൽ പറഞ്ഞാൽ ഇദ്ദേഹം തന്നെയായിരുന്നു. പിന്നീട് 1916 ബില്ലിനൊരു ഹാഫ് സിസ്റ്റർ ഉണ്ടായി. ഹാഫ് സിസ്റ്റർ എന്ന് വെച്ചാൽ അച്ഛൻ വേറെ വിവാഹം കഴിച്ച് അതിലുണ്ടായ ഒരു കുട്ടിയുണ്ടായി. ബില്ലിന്റെ അച്ഛൻ ഗിൽമന്റെ 2ാം ഭാര്യയില് ക്രിസ്റ്റീനയില് ജനിച്ച കുട്ടിയാണ്. ഇനി അവരെ കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിൽ വളരെ രസകരമായിട്ടുള്ള ഇതുണ്ട്. ഈ ക്രിസ്റ്റീനയാണ് നമ്മുടെ ഗ്രേപ്പ് വൈൻ എന്നുള്ള മാസികയിലെ ആദ്യത്തെ ശമ്പളത്തോടു കൂടിയുള്ള ജോലിക്കാരി. ആദ്യത്തെ ശമ്പളത്തോടുള്ള ജോലിക്കാരി ബില്ലിന്റെ ഹാഫ് സിസ്റ്റർ ആയിരുന്നു ഗ്രേപ്പ് വൈനിൽ. അവരെ കുറിച്ചുള്ളൊരു ബയോഗ്രഫി ഗ്രേപ്പ് വൈനിൽ 79 ഗ്രേപ്പ് വൈനിൽ അവരെ കുറിച്ചുള്ളൊരു ബയോഗ്രഫിയുമുണ്ട്. പിന്നീട് ഒരു രസം ഇതില് ഈ 2 പേരും ബില്ലിന്റെ 2 സിസ്റ്റേഴ്സും നോൺ ആൽക്കഹോളിക്സ് ആയിരുന്നു. 2 പേരും മദ്യം കഴിച്ചിട്ടേ ഇല്ല. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഒരു സെക്കൻഡ്. ഇത് ബില്ലിന്റെ അച്ഛൻ അമ്മയാണ് ഗിൽമൻ വിൽസണും എമിലി ഗ്രിഫിത്തും. ഇവർ 2 പേരുടെ പടമാണ് അച്ഛന്റെയും അമ്മയുടെയും. അവരുടെ വിവാഹ ജീവിതം വളരെ പ്രശ്നസങ്കീർണമായിരുന്നു. വളരെ ബുദ്ധിമുട്ടും സ്റ്റോമി വളരെ പ്രശ്നങ്ങൾ തിരിഞ്ഞായിരുന്നു. 1905 അവർ ഡൈവോഴ്സ്ഡായി. സെപ്പറേറ്റഡ് ആയി. അമേരിക്കൻ ഇതിൽ പറഞ്ഞാൽ 1905 സെപ്പറേറ്റഡ് ആയി. 1907 ഡൈവോഴ്സ് ചെയ്തു. അന്ന് ബിൽ ഡബ്ല്യുവിന് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. ബില്ല് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവരുടെ ഈ വിവാഹ മോചനം പുള്ളിയെ വളരെ അപമാനവും കളങ്കിതനുമാക്കിയിരുന്നു. അതിൽ പുള്ളിയുടെ അച്ഛൻ വളരെയധികം മദ്യപിക്കുമായിരുന്നു. ആ മദ്യപാനമാണോ ഈ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്ന് പോലും പുള്ളിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാവുന്ന ഒരു കഥയാണ് 1906 ഒരു പിക്നിക്കിന് പോയ സമയത്ത് ബില്ലിനെയും അന്നുണ്ടായിരുന്ന ഡൊറോത്തിയെയും വിളിച്ചിട്ട് അമ്മ പറഞ്ഞു, പിന്നെ അമ്മ ഈ കാര്യം പറഞ്ഞു, അച്ഛൻ നല്ലതിന് വേണ്ടി പോവുകയാണെന്നൊക്കെ പറയുന്ന ഒരു കള്ളം. അതിനുശേഷം അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ്റ്റണിൽ പിന്നെ ആൾട്ടർനേറ്റ് മെഡിസിൻ, അതിന് ഓസ്റ്റിയോപാത്തിക് അല്ല അങ്ങനെ ഹോൾ ബോഡി മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അങ്ങനെയുള്ളൊരു മെഡിക്കൽ ഇതാണ് പഠിക്കാനായിട്ട് പോയത്. ഒന്ന് ആലോചിച്ചു. അതിന് ശേഷം ഈ 12-14 വയസ്സിന് ശേഷം ബിൽ ഡബ്ല്യു മിക്കവാറും സമയം അമ്മയിൽ നിന്ന് അകന്നാണ് ജീവിച്ചിരുന്നത്. അച്ഛൻ 1906 ആയപ്പോഴത്തേക്ക് കാനഡയുടെ ഒരു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറി. 1914 വരെ ബിൽ ഡബ്ല്യു അച്ഛനെയും കണ്ടിട്ടില്ല. അന്നത്തെ ആ ഇൻസിഡന്റിന് ശേഷം. ഇതാണ് ഇദ്ദേഹം ബില്ലിനെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. ബില്ലിന്റെ അമ്മ വഴിയുള്ള അപ്പൻ ഗാർഡനർ ഫയറ്റ് ഗ്രിഫിത്ത്. ബില്ലിന്റെ അച്ഛന്റെ അമ്മയുടെയും ഈ സെപ്പറേഷൻ, വിവാഹമോചനത്തിന് ശേഷം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാ ഗ്രിഫിത്തുമാണ് ഇവരെ 2 പേരെയും സ്നേഹത്തോടെ വളർത്തിയത്. ബിൽ ഡബ്ല്യുവിനെ സംബന്ധിച്ച് ഈ അപ്പൂപ്പൻ
അദ്ദേഹത്തിന് ഒരു സ്വന്തം അച്ഛനെ പോലെയാണ്, അത്ര സ്നേഹമായിരുന്നു. ബില്ലിനുണ്ടായിരുന്ന എല്ലാ കഴിവുകളും ഓരോന്നായിട്ട് പുറത്ത് വെളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അമ്മ വഴിയുള്ള അപ്പൂപ്പൻ ഒരുപാട് ബില്ലിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് ഒരു ഫാമിലി ഫോട്ടോയാണ്. പിന്നെ ബില്ലിന്റെ സിസ്റ്റർ, പുള്ളിയുടെ അമ്മ എമിലി, പിന്നെ അച്ഛൻ വഴിയുള്ള അപ്പൂപ്പനും അമ്മുമ്മയും, ഹെലനും വിൽസൺ. ബില്ലിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഇതിന്റെ സെൻട്രൽ ഇതിൽ താഴെ ഇരിക്കുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട് ഇതിനകത്ത് ബില്ലിന്റെ സിസ്റ്റർ പറഞ്ഞെന്ന് ഗ്രാൻഡ് ഫാദർ ഒരു ആൽക്കഹോളിക് ആയിരുന്നെന്ന്. അദ്ദേഹത്തിന് പിന്നീട് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമാണ് പിന്നെ കൂടെ നിർത്തിയെന്ന് ഡോറോത്തി പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ സ്കൂളും നമ്മുടെ ഇതിനകത്തെ മിക്കവാറും എല്ലാ പിക്ചേഴ്സും എല്ലാം ഇനിയും വരുന്ന ഈ സ്ഥലങ്ങളും ഒക്കെ വളരെയധികം നമ്മുടെ ചരിത്രവുമായിട്ട് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ ഒരുപാട് ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. വർ ആൻഡ് ബട്ടൺ സെമിനാരി വെർമന്റില്. ഇവിടെ സെക്കൻഡറി എഡ്യൂക്കേഷനാണ് ബിൽ ഡബ്ല്യുവിനെ അപ്പം വിട്ടത്. 5 ദിവസം അവിടെ പോയി പഠിക്കും, അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരും, തിരിച്ച് ഡോർസെറ്റിലേക്ക് വരും. ഇവിടെ വെച്ചാണ് ബില്ല് നമ്മുടെ വലിയൊരു കഥാപാത്രം എബി താച്ചറുമായിട്ട് 1 വർഷം ഒരുമിച്ച് പഠിക്കുന്നത്. അതിനുശേഷം 10-25 വർഷത്തിന് ശേഷമാണ് എബിയെ ബിൽ ഡബ്ല്യു കാണുന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബിൽ ഡബ്ല്യുവിന്റെ ആലോചിക്കുക എത്ര സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യം. അദ്ദേഹം ആ സീനിയർ ക്ലാസ്സിലെ ക്ലാസ് പ്രസിഡന്റ് അല്ലെ മോണിറ്റർ എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നത് പ്രസിഡന്റ് ആയിരുന്നു. വളരെ നല്ല സ്റ്റാർ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ബേസ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഓർക്കസ്ട്രയിലെ ആദ്യത്തെ വയലിനിസ്റ്റ് ആയിരുന്നു. ഓർക്കസ്ട്രയിലെ വയലിനിസ്റ്റിൽ ആദ്യത്തെ, ഒരുപാട് വയലിനുള്ളതിൽ ഫസ്റ്റ് വയലിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനമുള്ള ഇതായിരുന്നു. ഇവിടെയാണ് അദ്ദേഹം പഠിച്ച സെക്കൻഡറി സ്കൂൾ ബിൽ ഡബ്ല്യു പഠിച്ചത്. ഇവിടെയാണ് നമ്മളുടെ ബില്ലിന്റെ ഒരു ഡിപ്രഷന്റെ കാര്യമുണ്ടായ ഒരു ഇൻസിഡന്റ്. നമുക്കറിയാം ബെർട്ട ബാംഫോർഡ് എന്ന് പറഞ്ഞ അവര് നവംബർ 18 അവര് സ്കൂളിൽ നിന്ന് കുറച്ച് നാൾ കാണുന്നില്ല. നവംബർ 18 മരിക്കുന്നു. 19 ബില്ലിനൊരു ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ മരിച്ചതായിട്ട് അവർക്കൊരു അസുഖമൊക്കെ വന്നതായിട്ട് മരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. ബില്ലിന് അതൊരു 3 വർഷത്തോളം അതിന്റെ ഒരു വലിയ ഡിപ്രഷൻ ഉണ്ടായിരുന്നില്ല. അത് ബില്ലിന്റെ പഠിത്തത്തെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്തു. ഇവരുമായിട്ടുള്ള അവരുടെ സെമിത്തേരിയാണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതും അവരും ഒരു പള്ളിയിലെ റെക്ടറിന്റെ മകളും ഒക്കെ ആയിരുന്നു, ഒരു എപ്പിസ്കോപ്പൽ ചർച്ചിലെ. അത് പറയുന്നുണ്ട് 1913 ബില്ല് മിക്കവാറും എല്ലാ മിഡ് ടേം പരീക്ഷയിലും തോക്കുകയും സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയും ചെയ്യുന്നു. അവിടുന്ന് അപ്പൊ ആ സ്കൂളിൽ അന്നൊക്കെ ഹയർ സെക്കൻഡറി ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം പുള്ളി വീണ്ടും ബിൽ ഡബ്ല്യു നമുക്ക് അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുക്കലേക്ക് മാറുന്നു, ബോസ്റ്റണിലേക്ക് മാറുന്നു. ഒരു സെക്കൻഡ് എഴുതിയിരിക്കുന്ന ബില്ലിന്റെ അമ്മയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ബില്ല് നേരത്തെ ബറാൻ പാട്ടൺ സ്കൂളിൽ നിന്ന് പിന്നീട് അവിടെ പോയി. അവിടെ പലപ്പോഴും ഈ ജർമ്മൻ ക്ലാസ്സിനൊക്കെ തോൽക്കുന്നുണ്ട്. എമിലി വന്നിട്ട് അവിടെ ബില്ലിന്റെ അമ്മയുടെ പടമാണ് ഇത്. 1913 അമ്മയുടെ കൂടെ താമസിക്കാനായിട്ടാണ്
പോകുന്നത്. അവിടെ പോയി വീണ്ടും ജർമ്മൻ ഭാഷയൊക്കെ പഠിക്കുന്നു. അപ്പോഴാണ് ഇവിടെ നിന്നൊക്കെ വിട്ടു കഴിഞ്ഞപ്പോൾ അമ്മയാണ് ആലോചിക്കുന്നത് ഇനി ഇവനെ ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് പറഞ്ഞിട്ട് MIT-യിലേക്ക് വേറൊരു സ്കൂളിലേക്ക് വിടുന്നു. അങ്ങനെ ഉള്ളൊരു കാലഘട്ടം 1913 കാലഘട്ടം. അപ്പോൾ ഈ 1913 അന്ന് MIT എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാകാൻ പറ്റില്ല. അപ്പൊ അതിനോട് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു മിലിറ്ററി സ്കൂളാണ് നോർവിച്ച് മിലിറ്ററി അക്കാഡമി. ഇവിടെ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുന്നു. ഈ സമയത്തും ഒക്കെ ബില്ലിന് ഡിപ്രഷൻ. ഇതാണ് ആ നോർവിച്ച് സ്കൂള് മിലിറ്ററി അക്കാഡമി ലെഫ്റ്റിൽ കാണുന്നത്. വലതുവശത്ത് ആരോ മാർക്ക് ഇട്ടിരിക്കുന്നതാണ് ബിൽ ഡബ്ല്യു അവിടെ പോകുന്നത്. അവിടെ പോയിട്ടും ആ മിലിറ്ററി ഇവിടെ പോയിട്ടും ബില്ല് വളരെയധികം ഡിപ്രഷൻ ആയതുകൊണ്ട് അവിടുത്തെ ഒരു എന്താ പറയുന്നത് വളരെ എതിരെതിരിക്കുന്നത് വളരെ മിസറബിൾ ആയിരുന്നു അവിടുത്തെ കുട്ടികളെ ജീവിതം എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞത് ബില്ലിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. നമ്മളിനി അടുത്ത ഇതിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ഇപ്പോഴത്തെ ബില്ലിന്റെ ഏതാണ്ടൊരു ലീനിയേജ് അല്ലെങ്കിൽ അച്ഛൻ വഴി അമ്മ വഴി വന്നതും ആരൊക്കെയാ കുടുംബത്തിലുണ്ടായിരുന്നതും എന്തായിരുന്നു ഒരു ചെറിയ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായി. ഇതിന് ശേഷമാണ് നമുക്കറിയാം നമ്മുടെ ഫൗണ്ടിങ് മൂവ്മെന്റും ഒക്കെ വരുന്നത്. ഇതിപ്പോൾ 1913, 17, 18 കാലഘട്ടം വരെ ആയിട്ടുള്ളൂ. അതിനുശേഷം 10-17 കൊല്ലം കൂടെ ഉണ്ട് നമ്മുടെ AI-യിലേക്ക് വരാനായിട്ട്. പക്ഷെ ഇവരുടെ എല്ലാം ഈ 4 പേരുടെയും ഒരു ചരിത്രം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല. ഇനി അടുത്തത് നമുക്ക് അടുത്ത കഥാപാത്രത്തിലോട്ട് ലൂയിസ് വിൽസണിനെ കുറിച്ചുള്ള ഫുൾ നെയിം ഇതാണ്. ലൂയിസ് ബെർൺഹാം വിൽസൺ. കല്യാണം കഴിച്ചതിന് ശേഷമുള്ള പേര്. അടുത്ത സ്ലൈഡ് മാറ്റി. ഈ പിക്ചർ കാണിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇത് അല്ലനോൺ ഫാമിലി ഗ്രൂപ്പിലെല്ലാം കാണിക്കുന്ന നമ്മുടെ ബിൽ ഡബ്ല്യുവിന്റെ നമ്മൾ ചില ക്ലാസിക് പിക്ചർ ഉള്ളതിൻ്റെ അല്ലനോൺ ഫാമിലി ഗ്രൂപ്പിന് മുഴുവൻ കാണിക്കും. അവരുടെ ഒരു മാസ്റ്റർ പീസ് പിക്ചർ ആയിട്ട് വെക്കുന്നൊരു ഇതാണ് ഈ ഒരു പടം. വളരെ ബുദ്ധിശാലിയും വളരെ കഴിവുള്ളൊരു സ്ത്രീയാണ്. നമുക്കറിയാം അല്ലനോൺ ഫാമിലി ഗ്രൂപ്പിന്റെ ആനിയുമായിട്ട് ചേർന്നിട്ടുള്ള കോ ഫൗണ്ടർ ആയിരുന്നു ലൂയിസ് വിൽസൺ. ലൂയിസിന്റെ പേരൻസ്: അച്ഛൻ ഡോക്ടർ ക്ലാർക്ക് ബെർൺഹാം, അമ്മ മെറ്റിൽഡ. 1888 അവരുടെ രണ്ടുപേരുടെ പടമാണ് അവരുടെ വിവാഹം. 6 മക്കളിൽ ഏറ്റവും മൂത്ത കുട്ടിയായിരുന്നു. വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള വളരെ ഹൈലി സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഫാമിലി ആയിരുന്നു. അച്ഛൻ പ്രസിദ്ധനായ ഫിസിഷ്യനായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ ഒരു ലോയറും ഫിസിഷ്യനുമായിരുന്നു. കൂടാതെ അദ്ദേഹം ഒരു പള്ളിയുടെ അമേരിക്കയിൽ ഇപ്പോഴും ഉണ്ട്. അമേരിക്കയിൽ ഇപ്പോഴും നമ്മൾ ഓരോരുത്തരും ചില ആൾക്കാർ അവർ തന്നെ അവരുടെ സ്വന്തമായിട്ടൊരു കോൺഗ്രിഗേഷൻ പള്ളി അങ്ങനെ വരുന്ന ഒരു ഇതുണ്ട്. ഞാനിപ്പം വേറെ ഇതിലേക്ക് പറയാം. നമ്മൾ ഈ പെൻഡക്കോസ്റ്റൽ ഇതിലൊക്കെ ഓരോരുത്തർ നമ്മൾ കണ്ടിട്ടില്ല അവരുടേതായിട്ടുള്ള ചർച്ചും ഇതൊക്കെ അങ്ങനെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പള്ളിയും സഭയും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ബില്ലിന്റെയും ലൂയിസിന്റെയും വിവാഹത്തിന് അതിന്റെ കാർമ്മികത്വം വഹിച്ചതും ലൂയിസിന്റെ അച്ഛനായിരുന്നു. ലൂയിസിന്റെ അമ്മയാണെങ്കിൽ വളരെ കാശ് ഉള്ള കുടുംബത്തിലായിരുന്നു. അവരുടെ കസിൻ വിവാഹം കഴിച്ചത് ആരെയാണെന്നറിയാം? അത് കേൾക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. ജോൺ ഡി റോക്ക്ഫെല്ലർ സീനിയറിനെയാണ് വിവാഹം കഴിച്ചത്.
അവരുടെ ഭർത്താവിന്റെ ബിസിനസ്സും ഒക്കെ നോക്കി നടത്തും. അപ്പൊ അത്രത്തോളം അഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ലൂയിസ് ജനിച്ചത്. ഇത് ലൂയിസ് ജനിച്ചതിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കും 1898 ക്ലിൻറ്റൺ സ്ട്രീറ്റിൽ, ബ്രൂക്ലിൻ, ന്യൂയോർക്കിലാണ്. വലിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബ്രൂക്ലിൻ ഹൈറ്റിലെ ഒരു സ്ഥലത്താണ് ജയിച്ചത്. വേറെ കഥ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ലൂയിസിന്റെ പേരൻസിന്റെ പടമാണ്. ഇത് ബ്രൂക്ലിൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ അവരുടെ കെട്ടിടമാണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എമറാൾഡ് ലേക്ക് ഗവൺമെന്റ് എന്ന് പറയുന്നത് ലൂയിസിന്റെ അമ്മ വഴിയുള്ള അപ്പൂപ്പൻ മാഞ്ചസ്റ്ററിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ലൂയിസിന്റെ പേരൻസിനെയൊക്കെ ഈ വീട് മേടിക്കാൻ ആവശ്യപ്പെട്ടു. കുറെ നാളുകൾക്ക് ശേഷം അവർക്ക് ആ ഒരു മോഹം ഉണ്ടാവുകയും ഒരു ചെറിയൊരു കോട്ടേജ് അവിടെ മേടിക്കുകയും ചെയ്തു. ഇവിടെ ഈ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്ന് താമസിക്കുമായിരുന്നു. ഇവിടെ തന്നെ വേറൊരു വെക്കേഷൻ സ്പോട്ട് ഒരാൾക്കുണ്ടായിരുന്നു, നമ്മുടെ ബില്ലിന്റെ സുഹൃത്ത് എബി ടാസ്. നമുക്കറിയാം, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം അടുത്ത ഫാമിലി ഫ്രണ്ട്സ്. ആലോചിച്ച് നോക്കി, പലയിടത്ത് കിടന്ന ആൾക്കാര് ഒരു സ്ഥലത്ത് വരികയും ഇതെല്ലാം കൂടെ ഒരു സിഗ്രോണിസിറ്റി ഓഫ് ഇവന്റ്സ് നമ്മുടെ ഇത് ഉണ്ടാവാനായിട്ട്, നമ്മുടെ ഈ പ്രോഗ്രാം ആൽക്കഹോളിക്സ് അനോണിമസ് വരാനുമായിട്ട്. ലൂയിസിന്റെ കൊച്ചിലത്തെ ഒരു പടമാണ് ഇത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അന്ന് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്കിടുന്ന ഡ്രസ്സും ഒക്കെ ആയിരുന്നു. വലതുവശത്ത് നോക്കിയേ, ഒരു കുതിരപ്പുറത്താണ് ലൂയിസ് നടക്കുന്നത്. എമറാൾഡ് ലേക്കിന്റെ മുന്നിൽ കൂടെ ആ കുതിരപ്പുറത്തെ കാണുന്നത്. ആലോചിച്ച് ആ കാലഘട്ടത്തിൽ 1910 ആ കാലഘട്ടത്തിൽ അന്നൊരു കുതിരപ്പുറത്തോടു കൂടി ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കണമെങ്കിൽ അവർ എത്ര റിച്ച് ആയിരിക്കണം എന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ നീന്തല്, സെയിലിങ്, മരം കയറുക, ഇതിനെല്ലാം രാവിലത്തെ നടത്തം, ഇതിനെല്ലാം വളരെ താല്പര്യമുള്ള ആയിരുന്നു ലൂയിസിന്റെ സിബ്ലിങ്സ്, സഹോദരന്മാര്. ലൂയിസ് ആയിരുന്നു ആദ്യത്തെ കുട്ടി. പിന്നെ അതിനുശേഷം റോജർ വന്നു, പിന്നെ ബാർബറ, കാത്തറിൻ, കിറ്റി, പിന്നെ ലൈന്. അതില് 6 പേരെന്ന് പറഞ്ഞതില് ഒരു ബേബി സിസ്റ്റർ ഉണ്ടായിരുന്നു, മാറ്റിൽഡ. 1 വയസ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് അസുഖം വന്ന് മരിക്കുന്നത്. അങ്ങനെയാണ് മൊത്തം 6 പേര്. ഇതും ലൂയിസിന്റെ ഒരു പടമാണ്. ലൂയിസ് പാക്കറ്റ് കൊളീജിയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. ഇളത്തുവരുന്ന രണ്ടാമത്തെയാണ് ലൂയിസ്. അവിടെ ലൂയിസിന്റെ അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു നല്ല കോളേജിൽ തന്നെ പഠിക്കണമെന്നുള്ളത്. അവിടെ അതിനുശേഷം എന്തോ ഫ്രഞ്ച് സ്കൂൾ, ഫാക്ടേഴ്സ് കൊളീജിയറ്റ് ഫോർ ഗ്രേഡ് 1 മുതൽ 12 വരെ അവിടെ പഠിച്ചു. നല്ല സ്കൂളുകളിലും നല്ല എഡ്യൂക്കേഷനും ഒക്കെ കിട്ടി വന്ന ഒരു ആളായിരുന്നു നമ്മുടെ ലൂയിസ്. പിന്നെ ഇത് ബില്ലും, ഇതിനകത്ത് വലതുവശത്ത് കാണിക്കുന്നത് ലൂയിസിന്റെ ബ്രദർ റോജറിനെയാണ്. ലെഫ്റ്റില് നോക്കിയ അന്നത്തെ സ്റ്റൈലിലെ ലൂയിസ് ഈ എമറാൾഡ് ലേക്കിൽ 1900 ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ബില്ലും ലൂയിസും തമ്മിൽ കാണും. ബില്ലിനെക്കാട്ടിലും 5 വയസ്സാണ്, 4 വയസ്സ് കൂടുതലുണ്ട്. അവരുടെ രണ്ടുപേരുടെ ഫാമിലി ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന ഈ സമയത്ത് ഇവരെ രണ്ടുപേരെയും തമ്മിൽ പരിചയപ്പെടുത്തിയത് ലൂയിസിന്റെ ബ്രദർ റോജർ. ഈ റോജർ തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ വിവാഹത്തിലൊക്കെ ബെസ്റ്റ് മാൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ വരന്റെ കൂടെ വരുന്നത്.
റോജർ ആയിരുന്നു അന്ന് വിവാഹത്തിന് ബെസ്റ്റ് മാനായിട്ട് വരികയും ചെയ്തു. 1915 ആയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെ ഇവർ രണ്ടുപേരുടെ 4 വയസ്സിന്റെ വ്യത്യാസമാണ്. ബില്ലിന് 18 വയസ്സും ലൂയിസിന് 22 വയസ്സുമാണ്. 1914 ഇവർ വളരെ രഹസ്യമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ നിശ്ചയം നടത്തി. അതിനുശേഷം 1914 റിലേഷൻഷിപ്പ് തുടങ്ങി. 1915 അവർ രഹസ്യമായിട്ട് പിന്നെ എൻഗേജ്മെന്റ് നടന്നത്. ലൂയിസിന്റെയും ബില്ലിന്റെയും ആ സമയത്തെ പിക്ചറാണ്. ഇത് ഒരു ചരിത്രമാണ്. ഏപ്രിൽ 6 1917 US ജർമ്മനിയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ആ സമയത്ത് 1917 കാലഘട്ടത്തിൽ നോർവിച്ചിൽ BW മിലിറ്ററി അക്കാഡമി പഠിക്കുകയായിരുന്നു, ഓഫീസേഴ്സ് ട്രെയിനിങ്. ഈ ആർട്ടിലറി ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിയെ ലഫ്റ്റനന്റ് എന്നാണ് അമേരിക്ക ലെഫ്റ്റനന്റ് ആയിട്ട് അവിടെ വരുന്നു. ആ സമയത്താണ് ബിൽ ഡബ്ല്യു ആദ്യമായിട്ട് മദ്യം കഴിക്കുന്നത്. ഈ പട്ടാളക്കാർക്കൊക്കെ അന്ന് വലിയ രാജകീയമായിട്ടുള്ള പിന്നെ വരവ് കൊടുക്കുന്ന സമയത്ത് ഒരു പിന്നെ ലിക്വറേറ്റ് എമ്മി ആൻഡ് കാതറിംഗിൽ അവരുടെ വീട്ടിൽ വെച്ചിട്ട് ബ്രോങ്സ് കോക്ടെയിൽ, എന്താണെന്ന് വെച്ചാൽ ജിന്നോ ഏതാണ്ടൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് കഴിക്കുന്നത്. ഡ്രൈ ജിന്നും പിന്നെ ഇത് ഓറഞ്ച് ജ്യൂസും ഒക്കെ ഉണ്ട്. ഫുള്ളി ഡ്രങ്ക്, ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്. അന്ന് ഇതായി ഫിറ്റായി കിടന്നുപോയി. ആൻഡ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആകെ അവശനായി. എന്നിട്ട് അന്ന് ഒരു കത്ത് എഴുതി ലൂയിസിന്. ഇതെനിക്ക് വളരെയധികം എനിക്ക് ഈ കള്ളുമായിട്ടുള്ള ഈ ഒരു അനുഭവം എന്നെ വലിയ സന്തോഷത്തിൽ എത്തിച്ചെന്നുള്ള ഒരു കത്തും അദ്ദേഹം. ഇവർ രണ്ടുപേരുടെയും പിന്നെ ലൂയിസിന്റെ വെഡിങ് ഗൗണാണ്. ലൂയിസ് ആ വെഡിങ് ഗൗണിൽ നിൽക്കുന്നത്. പിന്നെ സെക്കൻഡ് ലഫ്റ്റനന്റ് ആയിട്ടുള്ള ബിൽ ഡബ്ല്യു അവരുടെ വെഡിങ് ഡേ ജനുവരി 24, 1914. അത് നടന്നത് ബ്രൂക്ലിനിലെ ന്യൂയോർക്കിൽ വെച്ചാണ്. പറഞ്ഞിട്ട് അവളുടെ പിന്നെ ഗ്രാൻഡ് ഫാദർ ആണ് ഈ ചടങ്ങെല്ലാം നടത്തിയത്. നേരത്തെ പറഞ്ഞ റോജർ നേരത്തെ പറഞ്ഞിട്ട് ബെസ്റ്റ് മാനായിട്ട് നിന്നു. ഇതിനകത്ത് ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ഇവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. അത് മാത്രവുമല്ല, ഒരു വട്ടോ 2 വട്ടോ ബിൽ ഡബ്ല്യു അഡോപ്ഷന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു, കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അതെല്ലാം റിജക്റ്റ് ചെയ്തു. പിന്നീട് മനസ്സിലാക്കുന്നു ബില്ലിന്റെ മദ്യപാനമായിരുന്നു അതിന് കാരണം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരിതാണ്. പിന്നെ ഇവരുടെ മോട്ടോർ സൈക്കിൾ യാത്ര ഇവർ രണ്ടുപേരുടെ. ബില്ല് യുദ്ധത്തിന്റെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ കള്ളുകൂടിയൊക്കെ ഇച്ചിരി കൂടിയിരുന്നു. പിന്നെ ഈ സമയത്ത് ബില്ലും ലൂയിസും കൂടെ ഒരു മോട്ടോർ സൈക്കിൾ യാത്ര, വലിയൊരു ക്യാമ്പിംഗ് ട്രിപ്പ്, സൈഡ് കാറും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള യാത്ര. അത് ബിസിനസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം എന്നാണ് പറഞ്ഞത്. ഒരു 3 വീലർ ഹാർലി ഡേവിഡ്സൺ വിത്ത് സൈഡ് കാർ പോയി എന്നുള്ളത്. ഇരുപത്തഞ്ച് 26 കാലഘട്ടമായപ്പോഴത്തേക്ക് ബിൽ ഡബ്ല്യുവിന്റെ മാർക്കറ്റ് അനാലിസ്റ്റ്, സ്റ്റോക്ക് ബ്രോക്കർ അല്ല, അനാലിസ്റ്റ് ആയിരുന്നു ബിൽ ഡബ്ല്യു. അവര് അന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ യാത്ര നടത്തിയിരുന്നു, ഇതിന്റെ മാർക്കറ്റ് അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക്. ഈ സമയത്ത് ബിൽ ഡബ്ല്യുവിന്റെ പിന്നെ മദ്യപാനവും ഒരു ഭാഗത്തുനിന്ന് കൂടിക്കൊണ്ടേ ഇരുന്നു. വീണ്ടും തിരിച്ച് ന്യൂയോർക്കിലേക്ക് വരുന്നു. ലൂയിസിന്റെ സിസ്റ്റർ കിറ്റി വിവാഹത്തിന് വേണ്ടി, അതായത് കിറ്റിയുടെ പടമാണ് ലെഫ്റ്റില്. അന്ന്
ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ള, ബിൽ ഡബ്ല്യുവിനോട് ഇഷ്ടമുള്ള ഒരു ഒരു പിന്നെ നമ്മളോട് സ്നേഹം കാണിക്കുന്ന ഒരാളെ ബെനിഫാക്ടർ എന്നൊക്കെ പറയുന്നത്, പരോപകാരി എന്നൊക്കെ പറയാം, ഫ്രാങ്ക് ഷാ എന്ന് പറഞ്ഞ ആളുടെ അടുക്കല് ബിൽ ഡബ്ല്യു ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് എനിക്ക് മദ്യപാനം ഒരു പ്രശ്നമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒക്കെ പറയുന്നതായിട്ടൊരു രേഖയുണ്ട്. 1926 ഇതും 25-26 വീണ്ടും വീണ്ടും ഒരു 6 മാസത്തെ ബിസിനസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി യാത്ര പോവാണ്. ഇത് ഒരു ബുക്കായിട്ട് ലൂയിസ് എഴുതിയിട്ടുണ്ട്. ഡയറി ഓഫ് 2 മോട്ടോർ സൈക്കിൾ ഹോബേഴ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ ആ ബുക്കാണോ പിന്നെ ലൂയിസിന്റെ ഡയറി ആണോ എന്നറിയില്ല. അതിന്റെ 10-20 പേജുകൾ, അല്ല ലൂയിസിന്റെ പിന്നിലുള്ള ഡയറി ആണെന്ന് തോന്നുന്നു, 20 പേജുകൾ എങ്ങനെയോ മിസ്സിംഗ് ആണ് നമ്മുടെ ആർക്കൈവ്സിൽ എന്ന് പറയുന്നത്. 20 പേജുകൾ അവിടെ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരുടെ എല്ലാവരും വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഡയറി എഴുതുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ആ ഡയറിയിൽ നിന്ന് കുറച്ച് പേജുകൾ നഷ്ടപ്പെട്ടായിരുന്നു. ആ സമയങ്ങളിൽ ബില്ലിന്റെ പൈസയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ്ട് $20,000 ആ കാലഘട്ടത്തിൽ. പക്ഷെ എന്നിട്ടും അവര് ഇത്തവണ പോയത് വേറെ ഒരു ടൈപ്പ് പിന്നെ മോട്ടോർ സൈക്കിളിലാണ് പോയത്. അങ്ങനെ പോയി കഴിയുമ്പോൾ അവർക്ക് ഇതിൽ പറയുന്നത് അവർക്ക് സൈഡിലുമൊക്കെ കിടന്നുറങ്ങാനുള്ള ടെന്റ് പോലൊക്കെ ഉറങ്ങാൻ. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം വീണ്ടും ബിൽ ഡബ്ല്യുവിന് ഫൈനാൻഷ്യലായിട്ട് കുറച്ച് സക്സസ് ഒക്കെ വന്നു. പക്ഷേ അത് വളരെ ചെറിയ കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ മദ്യപാനത്തിന്റെ പ്രശ്നം കൂടി വന്നിരുന്നു. അതിനുശേഷം മദ്യം ഒരു വല്ലാത്ത ഒരിതും അവരുടെ ബന്ധം തന്നെ മോശമാക്കുന്ന അവസ്ഥയിലേക്കും എത്തി. രണ്ടുപേരുടെ പിന്നെ ഒരു ജീവചരിത്രത്തിന്റെ ഒരു അല്പം നമ്മളുടെ 1925 വരെയുള്ള ഏതാണ്ടൊരു കാലഘട്ടം നമ്മൾ കവർ ചെയ്തു. ഇനിയുള്ളത് ഡോക്ടർ ബോബിന്റെയും പിന്നെ വൈഫ് ആനിയുടെയും ഇതാണ്. ഒരു